ഒരു മൈക്ക് കിട്ടിയാൽ അതെടുത്ത് ആ സന്ദർഭത്തിൽ വായിൽ തോന്നുന്നത് വച്ച് കീച്ചുക, പിന്നീട് ആധികാരികമായി അത് നിഷേധിക്കുക. പ്രതിപക്ഷ നേതാവ് വി.ഡി. നുണേശന്റെ ഒരു രീതി ഇതാണ്. ഇപ്പോ ഒരു പുതിയ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. നുണേശൻ നുണകൾ നിന്ന് പറഞ്ഞാൽ ഒരു വർഷം നീണ്ടുപോയാലും തീരാത്തത്ര നുണകൾ. ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത് സിവിൽ സപ്ലൈസ് നുണയാണ്. സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട് മന്ത്രി ജി.ആർ. അനിൽ നിയമസഭയിൽ സതീശനെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. സതീശൻ സപ്ലൈകോ സന്ദർശിച്ചതിന് ശേഷം സഭയിൽ പറയുന്നതല്ല പുറത്ത് മൈക്ക് കെട്ടി പറയുന്നത്. ആ കാര്യം പറഞ്ഞുടനെ സതീശന്റെ പ്രതികരണം എന്താണെന്ന് നിങ്ങൾ കാണണം. പ്രതിപക്ഷ നേതാവ് പറവൂരിലെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഓണച്ചന്തയില് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും നല്ല വിലയ്ക്കുള്ള ഇടപെടലാണ് ഇത്തവണ നടത്തിയെന്നുമാണ്. അതിന് അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയാണ് സാറേ. ഏറ്റവും രസകരമായ കാര്യം പച്ചക്കള്ളമാണ് ഈ മന്ത്രി പറഞ്ഞത്. ഞാൻ അവിടെ വിളക്കോളത്തിൽ പോകുന്നല്ലാതെ അവിടെ പ്രസംഗിച്ചിട്ടില്ല. പച്ചക്കള്ളം പറയണം. കേട്ടല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. മന്ത്രി പച്ചക്കള്ളം പറയാണ്. മന്ത്രി പച്ചക്കള്ളം. മന്ത്രി എണീറ്റ് നിന്ന് സതീശൻ പറയുന്ന ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടോ ആധികാരികമായിട്ടല്ലോ സംസാരിച്ചത്. അദ്ദേഹം സിവിൽ സപ്ലൈസ് മന്ത്രി ആയതുകൊണ്ട് തന്നെ എറണാകുളത്തെ ഒരു സിവിൽ സപ്ലൈസ് അവിടെ നേരെ പ്രതിപക്ഷ നേതാവ് എന്ന പേരിൽ ചെന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോയി. എന്നിട്ട് ക്യാമറയൊന്നും ശ്രദ്ധിച്ചില്ല, ഡയലോഗ് അടിച്ച് വിട്ടിട്ട് പോയി. ഈ ചെയ്യുന്ന കാര്യം നമ്മൾ ഒരു കാലത്തും അംഗീകരിക്കാതിരിക്കുക, അതാണല്ലോ ഏറ്റവും വലിയ കള്ളന്മാരുടെ പ്രധാന ലക്ഷണം. ഒരു കാര്യം ചെയ്യും, ഞാനത് ചെയ്തില്ല എന്ന് എവിടെയും പറയും. അങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ നിരവധി ഉദാഹരണങ്ങളായ വ്യക്തിയാണ് ഈ വിഷയത്തിലും. നിയമസഭയിൽ ആധികാരികമായി മന്ത്രി പച്ചക്കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞു. ഉടനടി തന്നെ എറണാകുളത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ദൃശ്യം പുറത്തേക്ക് വരികയാണ്. നിങ്ങൾ കൂടി കണ്ടേ. സപ്ലൈക്കുള്ളത് സാധനങ്ങളൊക്കെ വന്ന എല്ലാം വന്നു. ആ സാധനങ്ങളെല്ലാം വന്ന് ആളുകൾ വന്ന് കയറുമ്പോഴാണ് ഈ സപ്ലൈക്കോ സജീവമാവുമ്പോഴാണ് മാർക്കറ്റ് നേരെയാവുന്നത്. വലിയൊരു പങ്കാണ് ഈ പ്രസ്ഥാനത്തിന് വഹിക്കാനുള്ളത്. അതിന് ഈ സീസണിൽ കഴിയട്ടെ, ന്യായമായ വിലയ്ക്ക് എല്ലാവർക്കും സാധനങ്ങൾ കിട്ടി എല്ലാവരും സന്തോഷത്തോടുകൂടി ഓണം ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. കണ്ടല്ലോ, അതിനുശേഷം സതീശന്റെ പ്രതികരണവും നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് ഈ വ്യക്തിയെ നുണേശൻ എന്ന് പറയുന്നത്. ഞാൻ മറന്നുപോയി അത്രേ. അതായത് വീഡിയോ ഒന്നും ഇല്ല, എന്നെ പിടിക്കില്ലെന്നാണ് കരുതിയത്. അപ്പോൾ കള്ളനെ കൈയോടെ പിടിക്കുമ്പോൾ പിന്നെ എസ്കേപ്പ് ആവാൻ എന്താണ് വഴി? അയ്യോ, അതെനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ് എന്നൊരു ഡയലോഗ് അടിച്ച് ഞാൻ മറന്നുപോയി എന്ന രീതിയിൽ പോകുമ്പോൾ നിയമസഭയിൽ ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണ്ടേ എല്ലാം പഠിച്ചു പറയുന്ന നുണേശൻ ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടിയിരുന്നത്? അപ്പോൾ ഈ ഡയലോഗ് അടിച്ചിട്ട് രക്ഷപ്പെട്ടു പോയ നുണേശൻ കരുതിയത് അങ്ങനെ ഒരു വീഡിയോ ജന്മകാലത്ത് പുറത്തു വരില്ല എന്നാണ്. അവിടെ പോയിട്ട് എല്ലാ സാധനവും ഉണ്ടോ? കുത്തിത്തിരിപ്പിന് വഴിയില്ല. അതുകൊണ്ട് അവർക്ക് സിവിൽ സപ്ലൈസ് ഇടപെടുമ്പോഴാണ് വിപണിയിൽ സജീവമാകുന്നു എന്ന ഡയലോഗൊക്കെ അടിച്ചതിന് ശേഷമാണ് നേരത്തെ പറഞ്ഞതുപോലെ പച്ച നുണ മന്ത്രി പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ആ ദൃശ്യങ്ങൾ മുഴുവൻ ഒന്നടങ്കം നിങ്ങൾ കാണൂ, എന്നിട്ട് വിലയിരുത്തൂ. ഇങ്ങനെ ഒരാളെ കേരള രാഷ്ട്രീയത്തിൽ വേണമോ, കേരളത്തിൽ ഏതെങ്കിലും ഒരു അധികാര പദവിയിൽ ഇരുത്തിക്കഴിഞ്ഞാൽ എന്ത് കാര്യത്തിലും വായ് തുറന്നാൽ എന്ത് മാത്രമേ പുറത്തു വരുള്ളൂ എന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം. പ്രതിപക്ഷ നേതാവ് പറവൂരിലെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഓണച്ചന്തയില് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും നല്ല വിലയ്ക്കുള്ള ഇടപെടലാണ് ഇത്തവണ നടത്തിയെന്നുമാണ്. അതിന് അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയാണ് സാറേ. ഏറ്റവും രസകരമായ കാര്യം പച്ചക്കള്ളമാണ് ഈ മന്ത്രി പറഞ്ഞത്. ഞാൻ അവിടെ വിളക്കോളത്തിൽ പോകുന്നല്ലാതെ അവിടെ പ്രസംഗിച്ചിട്ടില്ല. പച്ചക്കള്ളം പറയണം. മുതലെയാണ് സപ്ലൈക്കുള്ളത് സാധനങ്ങളൊക്കെ വന്ന എല്ലാം വന്നു. ആ സാധനങ്ങളെല്ലാം വന്ന് ആളുകൾ വന്ന് കയറുമ്പോഴാണ് ഈ സപ്ലൈക്കോ സജീവമാവുമ്പോഴാണ് മാർക്കറ്റ് നേരെയാവുന്നത്. വലിയൊരു പങ്കാണ് ഈ പ്രസ്ഥാനത്തിന് വഹിക്കാനുള്ളത്. അതിന് ഈ സീസണിൽ കഴിയട്ടെ, ന്യായമായ വിലയ്ക്ക് എല്ലാവർക്കും സാധനങ്ങൾ കിട്ടി എല്ലാവരും സന്തോഷത്തോടുകൂടി ഓണം ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.